പ്രശ്നമൊന്നുമില്ലപ്പാ, നല്ല വണ്ടി, ധൈര്യമായിട്ട് നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ അടിഭാഗമാണ്, ഫ്ലോറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു അവസ്ഥ എത്ര ദയനീയമാണെന്ന് നോക്കുക. അതുമാത്രമല്ല, ഡോറിലേക്കൊന്ന് പോയി നോക്കാം, ഡോറിൻ്റെ അവസ്ഥ ഇതാണ്. ബൂട്ടിലേക്കൊന്ന് പോയി നോക്കാം, ഇതാണ് ബൂട്ട് ഡോറിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതുപോലെയാണ് ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കുഴപ്പമില്ല, നോക്കിയിട്ട് എടുത്തോ ധൈര്യമായിട്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നല്ല നീറ്റാണ്, പുറംഭാഗമൊക്കെ നല്ല അടിപൊളിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷേ എനിക്ക് ഡൗട്ട് തോന്നിയിട്ടാണ് അണ്ടർ ബോഡിയും അതുപോലെ തന്നെ നല്ല പുതിയ ഫ്ലോർ ലാമിനേഷനാണ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ഫ്ലോർ ലാമിനേഷനിൽ അഴിച്ചൊക്കെ നോക്കിയത്. അപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അണ്ടർ ബോഡിയുടെ അവസ്ഥ ഇതാണ്, വളരെ പരിതാപകരമാണ്. എനിക്ക് ഈ ഒരു വാഹനം എത്ര വില പറയണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതായിപ്പോയി. ഞാൻ അക്ഷരാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്നാൽ ഇത്രയും പച്ചയായിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇന്നും മാർക്കറ്റിൽ നിന്നുള്ള ഓർത്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയതാണ്. എൻജിൻ്റെ ഭാഗവും ഗിയർ ബോക്സിൻ്റെ ഭാഗവും ടർബോൻ്റെ ഭാഗവും എല്ലാ ഭാഗത്തും പ്രശ്നമാണ്, ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊരു ഇന്നോവയാണ്, 2008 മോഡലാണ്. ഇതുപോലെ ഇന്നോവയുടെ എൻജിനൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതുപോലൊരു കണ്ടീഷനിലേക്ക് ഓയിൽ ലീക്കേജും കാര്യങ്ങളൊക്കെ സംഭവിക്കാറുള്ളൂ. അപ്പം അത്രയും മോശമായിട്ട് യൂസ് ചെയ്തായിരിക്കാം. ഇനി എത്ര മോശമാണെങ്കിലും കുറച്ചെങ്കിലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് മാത്രം പ്രോപ്പറായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ വണ്ടി പിടിച്ചു നിർത്താൻ പറ്റും ഒരു 10 ലക്ഷം കിലോമീറ്ററിലൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ മോശമായിട്ട് യൂസ് ചെയ്തിട്ടും നല്ലതാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് സംഭവം. മനസ്സിലാവാത്തൊരു കാര്യം. ഞാൻ പറയട്ടെ, ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആളുകളെ കണ്ടു പരിചയത്തിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്, ബിസിനസ് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് ഉള്ള പോലെ പറഞ്ഞ് കൊടുക്കുമ്പോൾ നാളെ ആ ബിസിനസ് നമ്മളെ തിരിച്ച് തേടിയെത്തും. എത്രയോ പേരുണ്ടെന്നറിയാം വർഷങ്ങളായിട്ട് ഒരാളുടെ നിന്ന് തന്നെ വണ്ടി എടുക്കുന്നത്. കാരണം അവരിലുള്ള വിശ്വാസമാണ്. ഇതുപോലത്തെ ചെറിയ ഒരു ലാഭത്തിന് വേണ്ടി അത്തരത്തിലുള്ള വിശ്വാസമാണ് ഇവരെ പോലുള്ളവർ നഷ്ടപ്പെടുത്തുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യുക.